ക്യാൻവ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. അതിനായിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാൻവയിലെ വീഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വീഡിയോ ലാൻഡ്സ്കേപ്പ്, മൊബൈൽ വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോ, ഇൻസ്റ്റഗ്രാം റീല്, ടിക്ടോക്ക് ഇങ്ങനെ ഒരുപാടുണ്ട്. നമുക്കിന്ന് ഫസ്റ്റ് മൊബൈൽ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് മൊബൈൽ വീഡിയോ എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു വീഡിയോ ആയിരിക്കും മൊബൈൽ വീഡിയോ എന്നുള്ള ഈ ഒരു ഫ്രെയിമിൽ ചെയ്യുമ്പോൾ കേട്ടോ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാൻവാസ് ഓപ്പൺ ചെയ്യും. ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ബാക്ക് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്ലേ ബട്ടൺ ഉണ്ടാവും. ഇവിടെ ക്യാൻവാസ്, ടൈം ലൈൻ ഒക്കെ കാണാം കേട്ടോ. നമുക്ക് ഇതാണ് ക്യാൻവാസ് കേട്ടോ. ഒരു വൈറ്റ് ആണ് ക്യാൻവാസ്. താഴത്തുള്ള ഈ ചെറിയൊരു വൈറ്റ് ഭാഗം ഉണ്ടല്ലോ താഴത്ത്, ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് ടൈം ലൈൻ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് വീഡിയോ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ സെർച്ച് ചെയ്യാണ് ഇൻവിറ്റേഷൻ വീഡിയോ എന്നിട്ടോ. ഇൻവിറ്റേഷൻ വീഡിയോ എന്ന് അയക്കുമ്പോൾ ഇവിടെ ഒരുപാട് വീഡിയോ മോഡലുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊരു മോഡലാണ് വേണ്ടത് നമ്മൾ സെർച്ച് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ മോഡൽ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഓൾ പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഹലോ, ഡൺ. ഇപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതിലേക്ക് സൗണ്ട് കൊണ്ടുവരാനായിട്ട് ഈ അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ഇവിടെ നമുക്ക് ഓഡിയോ വന്നിട്ടുണ്ട്. ഈ ഓഡിയോ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇതിൽ അപ്ലോഡ് ഫയൽസിലേക്ക് പോയാൽ നമുക്ക് നമ്മളെ ഫയൽസ് ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മളെ ഫയൽസിൽ നിന്നും ഇതിലേക്ക് ഓഡിയോ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. കൊണ്ടുവരുന്ന ഓഡിയോ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇവിടെ ഒരു ഓഡിയോ ഉണ്ട്, പക്ഷേ കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടാവുക കാരണം ഞാനത് ഇതിലേക്ക് ചെയ്യുന്നില്ല കേട്ടോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിലുള്ള പേര് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടാണ് ചെയ്യുക കേട്ടോ. ഓരോ പേരിലും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു പോസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ടൈം ലൈൻ കണ്ടില്ലേ, ടൈം ലൈനിൽ ഓരോരോ പോസ്റ്റർ കാണുന്നുണ്ടല്ലേ. ഒരു പോസ്റ്റർ സെലക്ട് ചെയ്താൽ ഇതിലെ പേര് എഡിറ്റ് ചെയ്യുക. അതിനായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്യാം. അവിടെ ഞാൻ പേര് മാറ്റി ഇവിടെ പേര് മാറ്റാനായിട്ട് എഡിറ്റിന് കൊടുക്കുക. ഇവിടെ അവിടെ പേര് മാറി. ഇതേപോലെ തന്നെ ഇനി അടുത്ത ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം റീപ്ലേസ് എന്നുണ്ട്, അതല്ലെങ്കിൽ ഡിലീറ്റ് എന്നുണ്ടല്ലേ, ആ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ഇമേജ് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് ഈ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിൽ ഫോട്ടോ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്തു. ശേഷം ഇവിടെ ഇത് ഫ്രെയിമിന് കണക്കാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡായി. അപ്പോൾ ഇതേപോലെ ഫോട്ടോ ആഡ് ചെയ്യും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇതൊരു ഇൻവിറ്റേഷൻ വീഡിയോ ആണ്. ഈ ടെക്സ്റ്റ് മാറ്റാനായിട്ട് ഈ താഴത്തുള്ള ഈ ടൈം ലൈൻ ക്ലിക്ക് ചെയ്യാം. ശേഷം ഈ ഒരു ടെക്സ്റ്റിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് എന്ന ഓപ്ഷൻ കാണാം താഴത്ത്. എഡിറ്റ് ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. നമ്മളെ കസ്റ്റമായിട്ടുള്ള നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഡേറ്റ് ആൻഡ് ടൈമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡേറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, ശേഷം ലാസ്റ്റ് ഇത് സേവ് ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ കാണാം ഒരു എക്സ്പോർട്ട് ബട്ടൺ. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുണ്ടാവും.
ആ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ MP4 എന്ന് കാണാം. മേലെ MP4 എന്ന് വന്നിട്ടില്ല, MP4 ആക്കണം കേട്ടോ. MP4 എന്ന് തന്നെ സെറ്റ് ചെയ്യുക. MP4 സെറ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്ന് കൊടുക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ക്യാൻവയുടെ ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സ് കിട്ടുന്ന ഒരുപാട് ഇതേപോലുള്ള ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്ത് വെച്ച ഫയൽ തന്നെയാണ്. നമുക്കതിൽ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. അങ്ങനെയുള്ള ഫയൽസ് കിട്ടുന്ന ഒരുപാട് ടെംപ്ലേറ്റ് ഒക്കെ ഉള്ള ക്യാൻവയുടെ പ്രോ വേർഷൻ നമുക്കിപ്പോൾ 75% ഡിസ്കൗണ്ടിൽ ആക്ടിവേഷൻ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ഈ എക്സ്പോർട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.